പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമതൊന്ന് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതെന്ന ചാനലാണ് എൻ്റെ ചാനൽ. അതിൽ ഈശോയുടെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെയുള്ള ധാരാളം ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ 24-ാം അധ്യായം, അതിനകത്ത് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുന്ന ഭാഗമൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വേദനയുടെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഒരുപാട് കാര്യങ്ങൾ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇന്ന് വരെ ആരും കാണുകയോ ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ പോയ ഒരു വലിയ നിഗൂഢ രഹസ്യം ഇന്ന് ലോകത്ത് ഉണ്ട്. അത് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആർക്കും അതങ്ങനെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകൾ ഭിന്നിക്കപ്പെട്ട അവസ്ഥ, പരസ്പരം സ്നേഹമില്ലായ്മ അവസ്ഥ, പരസ്പരം പറയുന്ന കാര്യങ്ങളെ അതിൻ്റേതായ തലങ്ങളെ ഗ്രഹിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ. എന്താണ് അതിൻ്റെ കാരണം, എവിടെയാണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നത്, നമുക്ക് തുടക്കം അവിടെ മുതൽ നമുക്ക് വരാമെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ബാബേൽ ഗോപുരം, ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ വായിക്കുന്നത്. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച ഗോപുരവും നഗരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. മനുഷ്യൻ പരസ്പരം പറഞ്ഞു, നമുക്ക് ഭിന്നിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ പ്രശസ്തിയെ നിലനിർത്താൻ നമുക്കൊരു വലിയ ഗോപുരം പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഗോപുരം, ബാബേൽ ഗോപുരം എന്ന് പറയുന്ന ഗോപുരം അവർ നിർമ്മിച്ചു. അപ്പോൾ ഇത് കാണാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് നാം ഭൂമുഖത്തായി ചിഹ്നിച്ചിരുന്നു, ഒരു മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരം കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും, അവർ ചെയ്യാനിരിക്കുന്നതിന് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരുടെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു, അവർ പട്ടണം ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കുറേ ജനങ്ങൾ ഒത്തുകൂടി പറഞ്ഞു, നമ്മുടെ പ്രശസ്തിയെല്ലാം നിലനിർത്തണം, വലിയൊരു ഗോപുരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്നത്തെ ആ സംവിധാനങ്ങൾ, അന്നത്തെ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു ഗോപുരം ഉണ്ടാക്കി പ്രശസ്തി നിലനിർത്തി. ആ പ്രശസ്തിയുടെ പുറത്ത് അവർ ദൈവത്തെ മറക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അഹങ്കാരം മൂത്തപ്പോൾ കർത്താവ് നമുക്കിറങ്ങിച്ചെന്ന് പിതാവുപുത്രനും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്ന് അവരെ പരസ്പരം ഭാഷ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഭാഷയെ ഭിന്നിപ്പിച്ചു എന്ന് വിശുദ്ധനെന്നും പറയുന്നുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അതവിടെ നിൽക്കട്ടെ, അതൊരു ഒരു ഒരു പഴയ നിയമ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. എന്നാൽ ഇന്ന് ഇത് 2024 ഇത് ഏകദേശം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 5500 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇപ്പോൾ ഏകദേശം യുഗങ്ങൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ 6 യുഗം പിന്നിട്ടു. 6 യുഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ലോകമുള്ളത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭാഷകൾ ഭിന്നിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് 2024. ഏകദേശം 2020 കാലഘട്ടം മുതൽ മനുഷ്യൻ്റെ ഭാഷ ഏറ്റവും ഭിന്നിക്കപ്പെട്ട കാലഘട്ടം. ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ഭാഷകളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. എന്താണ് അതിന് കാരണമായി ഇന്ന് ലോകത്ത് കാണുന്നത്? നമുക്കറിയാം, അന്ന് ബാബേൽ ഗോപുരം ഉയർന്നു നിന്നതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അഹങ്കാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പണത്തിൻ്റെയും ഒരു കിലോമീറ്റർ 1.25 കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ബുർജ് ഖലീഫ ദുബായ് എന്ന് പറയുന്ന വലിയൊരു ഗോപുരം പോലെ, അന്നത്തെ ബാബേൽ ഗോപുരം പോലെ ഇന്ന് ലോക പ്രശസ്തമായി വലിയൊരു ഗോപുരം പോലെ തന്നെ നിൽക്കുന്ന ബുർജ് ഖലീഫ എന്ന് പറയുന്ന ആ കെട്ടിടം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ കെട്ടിടമാണെന്നും അതിന് 167-170 നിലകളുണ്ടെന്നും അതിലേറ്റവും ഹൈറ്റിൽ, ഏറ്റവും ഉയരത്തിൽ കയറിയാൽ മനുഷ്യർ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കെട്ടിടം കാണുവാൻ വേണ്ടി ആയിരങ്ങൾ 10,000 ഈ ഗോപുരത്തിൽ കയറി വരുന്നതും കാണുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്?
ബാബേൽ ഗോപുരം നിർമ്മിച്ചുകൊണ്ട് പ്രശസ്തിയും അതിൻ്റെ ആഢ്യത്വവും നിലനിർത്താമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരുടെ അഹങ്കാരത്തെയും അവരുടെ ദൈവത്തെ മറന്നുള്ള പ്രവൃത്തിയും ഓർത്ത് കർത്താവ് അവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് 2024 അതേ സംഭവത്തെ ഇന്ന് 2024 എടുത്തു വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ ഭാഷ ഏറ്റവും കൂടുതൽ ചിന്നിച്ചിതിപ്പോയത്. മനുഷ്യൻ തമ്മിൽ പറയുന്നത് മനസ്സിലാകാത്ത ഒരു കാലഘട്ടമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന, ലോകത്ത് മതങ്ങളുണ്ട്, മതങ്ങളുടെ ദൈവങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഏറ്റവും ഇന്നത്തെ ആനുകാലിക സംഭവവികാസങ്ങളിലേക്ക് വരാം. ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽക്കാരെ ആദ്യം എടുക്കാം. ഇസ്രായേൽക്കാരുടെ ഭാഷ ഹീബ്രു ഭാഷയാണ്. എന്നാൽ പാലസ്തീൻ്റെ ഭാഷ അറബ് ഭാഷകളായിരിക്കാം. പാലസ്തീൻ ഭാഷ, ഈ അറബ് ഭാഷ, പാലസ്തീൻ്റെ ഭാഷയെ ഇസ്രായേൽക്കാർക്ക് ഭാഷാപരമായിട്ട് മനസ്സിലാകുമെന്നത് ശരി തന്നെയാണ്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന ഭാഷയെ മനസ്സിലാക്കും. പക്ഷേ ഭാഷയിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിനെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പാലസ്തീൻകാർ ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേലിനോട് ദുഷ്ടത കാണിക്കുകയും ഇസ്രായേലിലെ ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. അവിടെ ഭാഷ ഭിന്നിച്ചു. അപ്പോൾ ഇസ്രായേൽക്കാർ തിരിച്ചവരെ ആക്രമിച്ചു. ആ ആക്രമണത്തിൻ്റെ പുറത്ത് അവിടെ ഭാഷ ഭിന്നിച്ചു. എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ഭാഷ, സ്നേഹമില്ലാത്ത ഭാഷ, സൗഹൃദമില്ലാത്ത ഭാഷ, സന്തോഷമില്ലാത്ത ഭാഷ, സന്തോഷം, സ്നേഹവും ഐക്യവും വിശ്വാസവും വിശുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട ഭാഷയായിട്ട് അവരുടെ ഭാഷ മാറി. ഇനി നമ്മൾക്ക് ഇന്ത്യയിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി എന്ന അദ്ദേഹം വളരെ ശക്തമായി ഇന്ത്യയെ ഭരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടാം വട്ടം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വികസനത്തിൻ്റെ ഭാഷ, അദ്ദേഹം രാജ്യത്തോട് കാണിച്ച കൂറ്, അദ്ദേഹം രാജ്യത്തോട് കാണിച്ച വികസന പ്രവർത്തനങ്ങൾ, ലോകത്ത് ഇന്ത്യയുടെ യശസ് വളർത്തിയെടുത്ത ആ ഭാഷ ലോക ജനങ്ങൾ അംഗീകരിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഭാഷയെ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഷ ലോകത്തിന് മനസ്സിലായി. എന്നാൽ കോൺഗ്രസ്സുകാർക്ക് ഈ ഭാഷ മനസ്സിലാകുന്നില്ല, പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യൻ ഭാഷ മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഭാഷ മനസ്സിലാകുന്നില്ല നല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിനർത്ഥം ഇന്ത്യയുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. പാകിസ്ഥാൻ അസൂയയോടെ ഇന്ത്യയെ കാണുന്നു. ഇന്ത്യയെ നേരിട്ട് അടിച്ച് തളർത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഭീകരവാദികളെ വെച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു. ചൈനയുടെ ഭാഷ ഇന്ത്യക്ക് മനസ്സിലാകുന്നില്ല. ചൈന ഇന്ത്യയുടെ അതിർത്തികൾ മാന്തിയെടുക്കുകയും രാജ്യവിസ്തൃതിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭാഗങ്ങളെ കയറിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഭാഷ, ആത്മീയ ഭാഷ, സന്തോഷത്തിൻ്റെ ഭാഷ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഭാഷ പരസ്പരം മനസ്സിലാകാതെ യുദ്ധസന്നദ്ധരായി അവർ ഇരുപുറകളിലും ഇന്ത്യയുടെ ഭാഗത്തും ചൈനയുടെ ഭാഗത്തും നിൽക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, തായ്വാൻ്റെ ഭാഷ ചൈനയ്ക്ക് മനസ്സിലാകുന്നില്ല. തായ്വാൻ എന്ന രാഷ്ട്രം അവർ സ്വന്തം രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നും അവർ സ്വയം പര്യാപ്തത്തിലെത്തിയെന്നും പറഞ്ഞുകൊണ്ട് അവർ ഈ ലോകത്ത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആ ഉയർച്ചയെ ഇഷ്ടപ്പെടാത്ത ചൈന ഇന്ന് തൈവാനെതിരെ യുദ്ധവുമായിട്ട് വരുന്നത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ, ഉത്തര കൊറിയ ആണവ മിസൈൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയ്ക്ക് നേരെ വരുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു മതിലിനപ്പുറം ഇപ്പുറമുള്ള രാജ്യങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല, ഐക്യത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല, ഐശ്വര്യത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല, സൗഹൃദത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല. പരസ്പരം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭാഷ വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ അവിടെയും യുദ്ധത്തിൻ്റെ സംസാരം. അവിടെ നടക്കുന്നത് എന്താണ്? പരസ്പരം മത്സരിക്കുന്ന ബാബേൽ ഗോപുരങ്ങളാണ്. ഞങ്ങളാകുന്ന രാഷ്ട്രം, ഉത്തര കൊറിയ ആകുന്ന രാഷ്ട്രമാണ് ഞങ്ങൾ ശക്തര്, വലുത്, ഉയർന്നത്, ഉന്നതമെന്ന് അവർ പറയുമ്പോൾ അതല്ല ദക്ഷിണ കൊറിയയാണെന്ന് അവർ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പരസ്പരം ഭിന്നിക്കുന്ന ഭാഷയെ, ലോകത്തിൻ്റെ ഭാഷ നമ്മൾ കാണുന്നു. നമുക്കറിയാം അതുപോലെ തന്നെ അമേരിക്കയിൽ വലതുപക്ഷവും ഇടതുപക്ഷവുമായ രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ബൈഡൻ ജനിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ട്രംപ്, അവർ തമ്മിൽ വലിയ ശണ്ട കൂടും നമ്മൾ കണ്ടതാണ്, ലോകം കണ്ടതാണ്. അവിടെയും സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു, ഐക്യത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു, വിശുദ്ധിയുടെ ഭാഷ നഷ്ടപ്പെട്ടു. അതങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങളിങ്ങോട്ട് ഗൾഫ് മേഖലയിലേക്ക് വന്നാൽ നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നായിട്ട് നിൽക്കുമ്പോൾ ഇസ്രായേലിനെ വേർതിരിച്ചവർ കാണുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നീതി, ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തിൻ്റെ വിശുദ്ധി, അവരുടെ ശക്തി, അവരുടെ സൗഹൃദം, അവരുടെ ടെക്നോളജി, അവരുടെ ഫലസമൃദ്ധമായ വയലുകൾ, അവരുടെ പൊതുനിരത്തുകൾ, അവരുടെ ദേവാലയങ്ങൾ, പ്രാർത്ഥനകൾ, അവരുടെ പുരോഗതി, ഉയർച്ച കാണാൻ പറ്റാത്ത ഗൾഫ് രാഷ്ട്രങ്ങളിലെ ചില രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ പാലസ്തീൻ പോലുള്ള രാഷ്ട്രങ്ങൾ, ലെബനൻ പോലുള്ള രാഷ്ട്രങ്ങൾ, ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങൾ, തുർക്കി പോലുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ മനസ്സിലാക്കാതെ വരുമ്പോൾ അവിടെ ഭാഷയുടെ ഭിന്നിപ്പ്,
അവിടെ നമ്മൾ കാണുന്നു. ഇസ്രായേൽക്കാരുടെ ശക്തിയെ അംഗീകരിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പറ്റുന്നില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിലേത് കാണുമ്പോൾ ഇസ്രായേൽക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇസ്രായേൽക്കാരെ അസൂയ കൊണ്ട് നോക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഭാഷ ഭിന്നിച്ചത് എവിടെയാണ്? ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഭാഷ. അവിടെ മത്സരം വന്നു. ഉക്രൈൻ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ ഉക്രൈൻ എന്ന രാജ്യം ഫലസമൃദ്ധമാണ്. അവിടെ നെൽവയലുകളുണ്ട്, ഗോതമ്പ് വയലുകളുണ്ട്, പച്ചക്കറികൾ കയറ്റി അയക്കുന്നുണ്ട്. ഭക്ഷ്യ സമൃദ്ധിയുള്ള രാഷ്ട്രമാണ്. അവിടെ ഐശ്വര്യമുണ്ട്. അവിടുത്തെ തെരുവേദികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഉക്രൈൻകാർ രക്ഷപ്പെടുന്നു, ഉക്രൈൻകാർ ഐശ്വര്യം പ്രാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ പുടിൻ എന്ന രാഷ്ട്ര നേതാവിന് അത് സൂചിച്ചില്ല. അവിടെ ഭാഷ ഭിന്നിച്ചു, അവരുടെ ഭാഷയും ഭിന്നിച്ചു. അവർ തമ്മിൽ യുദ്ധത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ലോകം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം സ്ഥാപക കൊടിയായി, ഇതിൻ്റെ കൊടി ഉയർത്തുന്നത് പോലെ, ഇതിൻ്റെ എല്ലാം ലോകത്തിൻ്റെ നോക്കുകുത്തിയായി ഇന്ന് ബുർജ് ഖലീഫ എന്ന കെട്ടിടം ഉയർന്നപ്പോൾ, ബാബേൽ ഗോപുരം പോലെ ഗോപുരം ഉയർന്നു നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവൻ ഭാഷ കൊണ്ട് ഭിന്നിച്ച് യുദ്ധത്തിലേക്ക് ഊട്ടിയെടുക്കുന്ന മനുഷ്യരുടെ ആ സംഭവം. ബാബേൽ ഗോപുരം നിർമ്മിച്ച ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 11:4 തിരുവചനം മുതൽ വായിക്കുന്നത്. ഇന്ന് 2024 സെപ്റ്റംബർ മാസം എടുത്തു വെച്ച് നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ബാബേൽ ഗോപുരവും ഇന്നത്തെ ബുർജ് ഖലീഫ എന്ന കെട്ടിടത്തെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ ഭാഷ ഭിന്നിച്ചു. ഇനി നമുക്ക് നമ്മുടെ സഭയിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി രൂപത്തിലെ സംഭവം നമ്മൾ കണ്ടതാണ്. മെത്രാന്റെ ഭാഷ വിമതർക്ക് മനസ്സിലാകുന്നില്ല, വിമതരുടെ ഭാഷ മെത്രാന് മനസ്സിലാകുന്നില്ല. അവരങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം പറഞ്ഞുകൊണ്ട് ഭാഷയുടെ എല്ലാ ആത്മീയ കാഴ്ചപ്പാടുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാതെ, ആത്മീയ സ്വഭാവത്തെ മനസ്സിലാക്കാതെ, ക്രിസ്തുവിനെ ഗ്രഹിച്ച് ഉൾക്കൊള്ളാതെ അവരുടെ ഭാഷ ഭിന്നിച്ചതും സഭ തകർന്നതും സഭയിലെ വിശ്വാസികൾ നെട്ടോട്ടം ഓടുന്നതും വിശ്വാസം നഷ്ടപ്പെട്ട ജനം ദൈവമേ ഇനി എന്തു ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയും സഭയ്ക്കുള്ളിലെ ഭാഷ, അതുപോലെ തന്നെ ഫ്രാൻസിസ് മാപ്പാപ്പ പച്ചമാമ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഷ അംഗീകരിക്കുന്നു. മറ്റുള്ള മതങ്ങളെ സൗഹാർദ്ദമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. സ്വവർഗ വിവാഹത്തെ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു. സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനും സ്ത്രീകൾക്ക് കുർബാനയുള്ള അവകാശം കൊടുക്കുന്നു. വൈദികർക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം വന്നിട്ടില്ല, അത് പുറകെ വരും. അങ്ങനെയുള്ള ചില ഭാഷാ ഭിന്നിപ്പുകൾ, ആത്മീയത നഷ്ടപ്പെട്ട കാഴ്ചപ്പാടുകൾ ലോകത്ത് സംഭവിക്കുന്നു, സഭയിൽ സംഭവിക്കുന്നു. ഇനി പ്രിയപ്പെട്ട നമുക്ക് ഇടവയിലേക്ക് വരാം. ധാരാളം ഇടവകളെ എനിക്കറിയാം. അവിടെയെല്ലാം ഈ പള്ളിക്കമ്മിറ്റി എന്ന് പറയുന്ന ആളുണ്ട്. പള്ളിക്കമ്മിറ്റിയുടെ ഭാഷ അച്ഛന് മനസ്സിലാവുന്നില്ല, അച്ഛൻ്റെ ഭാഷ പള്ളിക്കമ്മിറ്റി. ഇനി അച്ഛനും പള്ളിക്കമ്മിറ്റിയും ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്താൽ അത് പൊതുസഭയിൽ വരുമ്പോൾ, പൊതുയോഗത്തിൽ വരുമ്പോൾ പലരും ഭിന്നിക്കുന്നു, പലർക്കും മനസ്സിലാവുന്നില്ല. കാരണമെല്ലാം വികസന പ്രവർത്തനങ്ങൾ, പണപ്പിരിവുകൾ, വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്നാൽ കർത്താവ് പറഞ്ഞത് ആത്മീയ ഭാഷയാണ്. നിങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ 2 നില വാർക്കുകൾ പണിയരുത്, നിങ്ങൾ ചുരിദാർ ഉപയോഗിച്ച് നെളിഞ്ഞ് നടക്കരുത്, നിങ്ങൾ വിദേശ ജോലിയുടെ പുറകെ ഓടരുത്, നിങ്ങൾ ഈ ലോകത്തിലെ സമ്പത്തിലേക്ക് നോക്കരുത്, നിങ്ങൾക്കതല്ല ആവശ്യം, നിങ്ങൾ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ജനത്തെ പഠിപ്പിച്ചപ്പോൾ സഭ അതല്ല, അതിന് ആത്മീയതയുടെ പിന്നാലെയല്ല പോകുന്നത്. ആത്മീയതയുടെ പിന്നാലെ എന്ന ഭാഷ വ്യാഖ്യാനം ഇട്ടുകൊണ്ട് അവർ ഭൗതിക സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവിടെയും ഭാഷ ഭിന്നിച്ചു. ഇനി കുടുംബത്തിലേക്ക് വന്നാലോ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ ഭാഷ ഭർത്താവിന് മനസ്സിലാവുന്നില്ല, ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല, മക്കളുടെ ഭാഷ അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, അപ്പൻ്റെ അമ്മയുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഭാഷ മനസ്സിലാവുന്നില്ലെന്നല്ല പ്രിയപ്പെട്ടവരെൻ്റെ അർത്ഥം. ഏതാണ്? ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആത്മീയതയെ കണ്ടെത്താൻ പറ്റുന്നില്ല, വിശുദ്ധി നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, ഐക്യം നഷ്ടപ്പെടുന്നു, സൗഹൃദം നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു. പരസ്പരം ഭിന്നിപ്പും പരസ്പരം അകൽച്ചയുടെയും വിശുദ്ധി നഷ്ടപ്പെട്ടതിൻ്റെ കോലാഹലത്തിൻ്റെയും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഹൃദയം വെച്ചുകൊണ്ട് പരസ്പരമുള്ള പ്രവൃത്തിയിലൂടെ വരുമ്പോൾ കുടുംബത്തിൽ ധാരാളം ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു പോകുന്നു, ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിച്ചു പോകുന്നു. പഴയ 25 വർഷം 30 വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റിൻ്റെ കൂടെ 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളുമുള്ള ഭാര്യ സ്വന്തം ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ക്ലാസ്മേറ്റിൻ്റെ കൂടെ വിളിച്ചോടുന്നു. അവിടെ ഭാഷ ശരിയാകുന്നില്ല, ഭാഷാ ഭിന്നിപ്പ് ലോകം മുഴുവനും. പ്രിയപ്പെട്ടവരെ, യുവാക്കൾ, ഇന്ന് യുവാക്കന്മാർക്ക് വിവാഹം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ ഉന്നത നിലവാരമുള്ള പെൺകുഞ്ഞുങ്ങൾ താഴേക്കിടയിലുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ വരുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്? അവർക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അവർക്ക് IELTS, OLTS, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ജർമ്മൻ ഭാഷാ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് അവർ വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ അവരുടെ ഭാഷ
അവരുടെ ഉന്നത കാഴ്ചപ്പാടുകൾ, വലിയ ശമ്പളം, വലിയ വീട്, കാറ്, വലിയ ആഡംബരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരുടെ ഭാഷയെ മനസ്സിലാവുന്നില്ല. ഇവിടെ റബ്ബർ വെട്ടുന്നവർക്ക്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് പെൺകുട്ടികളില്ല. അപ്പോൾ അവർ തമ്മിലൊരു വിടവ്, ആ വലിയ ജനവിഭാഗങ്ങളും സാധാരണ ജനങ്ങളും തമ്മിൽ ഭാഷ ശരിയാവുന്നില്ല. വലിയ വിടവ് വരുന്നു, അന്തരം വരുന്നു. അവിടെ സ്നേഹമില്ല, ഐക്യമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. വലിയേറെ ആത്മീയ സംഘർഷം അനുഭവിച്ചുകൊണ്ട് അവിവാഹിത യുവാക്കന്മാർ ഇന്ന് മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട, ഗൂഗിളിൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും, എന്നാൽ സ്നേഹത്തിൻ്റെ ഭാഷ ആർക്കും വേണ്ട. ഗൂഗിളിൻ്റെ ഭാഷ, ഇൻ്റർനെറ്റിൻ്റെ ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണ്, അതിൻ്റെ പുറകെ പോകും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധിയുടെ ഭാഷ ആർക്കും ഇഷ്ടമില്ല. മ്ലേച്ഛത ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ഇത് കാണും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ ആരും ആഗ്രഹിക്കുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ കർത്താവ് സാത്താൻ കാണിക്കുന്ന സിനിമയുടെയും സീരിയലിൻ്റെയും ചീത്ത പടങ്ങളുടെയും ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് പിന്നാലെ ജനലക്ഷങ്ങളാണ്, ജനക്കോടികളാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ലോകമൊരുങ്ങുന്നതിൻ്റെ ബാഹ്യമായ അടയാളത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ബുർജ് ഖലീഫ എന്ന ആ വലിയ കെട്ടിടം ഉയർന്നു നിൽക്കുന്നത്. ബാബേൽ ഗോപുരം പോലെ ഇവിടെ മതങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നു, രാഷ്ട്രങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നു, കുടുംബവും തമ്മിൽ ഭിന്നിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭാഷ മനസ്സിലാകാത്ത അവസ്ഥ, ആത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെയും ഭാഷ മനസ്സിലാകാത്ത അവസ്ഥ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും മാത്രം നോക്കി പോകുന്ന ഒരു സ്വഭാവമുള്ള കാലഘട്ടത്തിലേക്ക് ലോകമെത്തപ്പോൾ വചനവും ദൈവവചനവും വിശുദ്ധിയും വിശ്വാസവും അതിൻ്റെ ഭാഷയും അത് തമ്മിൽ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ജനങ്ങൾ ഭിന്നിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബുർജ് ഖലീഫ എന്ന വലിയ ഉയരമുള്ള കെട്ടിടത്തെ നോക്കി മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷാ ഭിന്നിപ്പുകൾ, പരസ്പരം മനുഷ്യൻ്റെ വിദ്വേഷം വളർത്തുന്ന അവസ്ഥകൾ നമുക്കറിയാം. മുസ്ലിം സമുദായം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കൻ രാഷ്ട്രങ്ങളിലുമൊക്കെ കയറി അവർ നിരപരാധികളുടെ കഴുത്തൊറുത്തു കൊല്ലുന്ന ഏത് ഭാഷയാണ് പ്രിയ സഹോദരങ്ങളെ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ, ചില മതങ്ങൾ എഴുതി കൂട്ടിയ ചില തെറ്റായ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഹിംസിക്കുമ്പോൾ അതെന്ത് ഭാഷയാണെന്ന് ലോകത്തിന് മനസ്സിലാവുന്നില്ല. അമേരിക്കയിലെയും ലണ്ടനിലെയും ജർമ്മനിയിലെയും ക്രിസ്ത്യാനികൾ, ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ, അവരുടെ ക്രിസ്ത്യാനികളുടെ കഴുത്തറുത്ത് കൊല്ലപ്പെടുന്ന വിഭാഗം ഈ ലോകത്ത് എല്ലാ ഭാഗത്തും തലപൊക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും ആ രീതിയിൽ നമുക്കറിയാം. താജ് ഹോട്ടലിനെ ആക്രമിച്ച് 5-8 കൊല്ലം മുമ്പ് ഹോട്ടലിനെ ആക്രമണം നടന്നു. അതുപോലെ ഇന്ത്യയുടെ അതിർത്തികളിൽ വലിയ ഭീകര വേട്ടകൾ നടക്കുന്നു. ഇന്ത്യയിലെ ജവാന്മാരെ കൊല്ലുന്നു. ചൈന ഇങ്ങോട്ട് കയറി ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുന്നു. ഇവിടെയെല്ലാം ഇതേത് കാരണമാണ്? ഇതിൻ്റെ ബാഹ്യമടയാളമായി നമ്മൾ കാണേണ്ടത് ബുർജ് ഖലീഫ എന്ന ബാബേൽ ഗോപുരം ഉയർന്നു കഴിഞ്ഞു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് ഭാഷയുടെ ഭിന്നിപ്പ് രൂക്ഷമായി വരുന്നു. ഇനി ഒരിക്കലും പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഭാഷയുടെ ഐക്യം, സഭയുടെ ഐക്യം, ജനവിഭാഗങ്ങളുടെ ഐക്യം, ഗവൺമെൻറ്റുകളുടെ ഐക്യം, മതവിഭാഗങ്ങളുടെ ഐക്യം ഒരിക്കലും ഇനി ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. കാരണം എന്താണ്? നമ്മൾ തിരുനാളിന് കൊടി ഉയർത്തുന്നത് പോലെ വലിയ ആ ഗോപുരം ഉയർന്നു കഴിഞ്ഞു. അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് ബാബേൽ ഗോപുരം. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ നമുക്കെല്ലാവർക്കും ഈ ഭാഷയെ മനസ്സിലാക്കാൻ, സഭ ആരുടെ ഭാഷയാണ് മനസ്സിലാക്കേണ്ടത്? സഭ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ഭാഷയാണ്, അതിൻ്റെ വചനരൂപമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. രാഷ്ട്രങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയാണ്. എന്നാൽ നമുക്കറിയാം, തൈവാനും ചൈനയും തമ്മിൽ ഐക്യമോ സ്നേഹമുണ്ടോ? ഉത്തരകൊറിയയും ദക്ഷിണകൊറിയയും തമ്മിൽ സ്നേഹവും ഐക്യമുണ്ടോ? ഇന്ത്യയും ചൈനയും തമ്മിൽ സ്നേഹവും ഐക്യമുണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സ്നേഹവും ഐക്യമുണ്ടോ? ഉക്രൈനും റഷ്യയും തമ്മിൽ സ്നേഹവും ഐക്യമുണ്ടോ? ഗാസയും ഇസ്രായേലും തമ്മിൽ സ്നേഹവും ഐക്യമുണ്ടോ? നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിൽ സ്നേഹവും ഐക്യമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും സ്നേഹവും ഐക്യവും ജ്ഞാനവും വിവേകവും സന്തോഷവും സമാധാനവും പ്രത്യാശയും ഐശ്വര്യവും പുരോഗതിയും നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ സകലവിധ ഭാഷകളും ഭിന്നിച്ച് സർവശക്തനായ ദൈവം ഇനി ഇറങ്ങി വരാൻ കാലമായി. അവിടുത്തെ ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇറങ്ങിച്ചെന്നവരുടെ ഭാഷയെ ഭിന്നിപ്പിക്കാം എന്ന് പറഞ്ഞതുപോലെ സർവശക്തനായ ദൈവം ഇനി പറയുകയാണ്, ഇതാ നമുക്ക് ഇറങ്ങിച്ചെന്ന് ഈ ലോകത്തെ നശിപ്പിക്കാം. വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ട ഈ ജനസമൂഹത്തെ, ഈ ഭൂമിയെ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏതാനും വെളിപ്പാടകലെയാണ് പ്രിയ സഹോദരങ്ങളെ. ആഗോള യുദ്ധം, അതിൻ്റെ 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാലമായതിൻ്റെ വക്കിലാണ് നമ്മളുള്ളത്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, അതിൻ്റെ ബാഹ്യമായ ലക്ഷണമായ
ആ ബാബേൽ ഗോപുരം ഉയർന്നു കഴിഞ്ഞു, ഭാഷാ ഭിന്നിപ്പ് സംഭവിച്ചു കഴിഞ്ഞു, സഭ തകരുന്നു, സഭയിലെ വിശ്വാസം വിശേഷപ്പെട്ടു. കുർബാനയുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല. കുർബാനയിലെ ഘടനകൾ മാറ്റം, പാട്ടിൽ എന്തൊക്കെയോ പാട്ടുകൾ, കുർബാനയ്ക്കുള്ളിൽ പാടുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഇതേത് ഭാഷയാണ്, ഏത് പാട്ടാണെന്ന് മനസ്സിലാകാത്ത എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി വെക്കുന്ന പാട്ടുകൾ, പറഞ്ഞു പാടുന്ന പോലെയാണ് പാടുന്നത്. അത് പഴയ ഗാനങ്ങൾ, ആബേലച്ചൻ്റെ പാട്ടുകളൊക്കെ കുർബാനയെ എത്ര മനോഹരമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാലം നമ്മുടെ ഓർമ്മകളിൽ നിന്ന് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തൊക്കെയോ പാടുന്നു, എന്തൊക്കെയോ പറയുന്ന രീതിയിലുള്ള കുർബാനകളും പാട്ടുകളും വരുമ്പോൾ അവിടെ കുർബാനയുടെ ഭാഷയും നമുക്ക് നഷ്ടപ്പെട്ടു, വിശുദ്ധിയുടെ ഭാഷ നഷ്ടപ്പെട്ടു. എന്താണ് വിശുദ്ധി, ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുള്ള ഭാഷ നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഭാഷ, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ, ബൈബിളിൻ്റെ ഭാഷ, ദൈവവചനത്തിൻ്റെ ഭാഷ നമ്മൾ ഗ്രഹിക്കുന്നില്ല. ലോകത്തിൻ്റെ ഭാഷ, ഗൂഗിളിൻ്റെ ഭാഷ, സിനിമയുടെ ഭാഷ, മ്ലേച്ഛത ഭാഷ നമുക്ക് വളരെ ഗ്രാഹ്യമാണ്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, നമുക്കത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു, അതിന് ലൈക്ക് ചെയ്യാൻ പതിനായിരങ്ങളും ലക്ഷങ്ങളുമുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഷ ഇതുപോലെ വചനപ്രഘോഷങ്ങൾ നടത്തുമ്പോൾ അതിന് ലയിക്കാൻ ആളില്ല. കാരണം ഈ ഭാഷയെ ആർക്കും ഇഷ്ടമില്ല. ദൈവവചനത്തിൻ്റെ ഭാഷ ആർക്കും വേണ്ട, ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ലോകത്തിൻ്റെ ഭാഷ. ഇതാ പുതിയ ജോലി അവസരങ്ങൾ, 2 ലക്ഷം 3 ലക്ഷം ശമ്പളം കൊടുക്കുന്ന IELTS TOEFL അത് പറഞ്ഞാൽ ആ ഭാഷ പെട്ടെന്ന് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് ലോകം കാതോർക്കുമ്പോൾ, ലോകം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ, ഇവിടെ ഭാഷ നഷ്ടപ്പെട്ട, സ്നേഹം നഷ്ടപ്പെട്ട, വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ട, ഭാഷയുടെ ഭിന്നിപ്പ് നടക്കുന്ന ഈ ലോകത്ത് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗ്യലക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ ഭാഷയില്ലാത്ത ഈ ലോകത്ത് സാത്താൻ്റെ ഭാഷ കടന്നു വരും. വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെടുന്നിടത്ത് ക്രൂരതയും കൊലപാതകവും ദുഷ്ടതയും കടന്നു വരും. ആ ഭാഷയിലേക്കാണ് ലോകം നടന്നെടുക്കുന്നത്. അതാണ് മഹാപീഡനം. അത് വരാൻ പോകുന്നുള്ള പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ, വലിയ മഹാപീഡനം സംഭവിക്കുമ്പോൾ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ലോകം ഒരുക്കപ്പെടുകയാണ്. അതിനാൽ എൻ്റെ വിശ്വാസത്തെയും എൻ്റെ വിശുദ്ധിയെയും ഞാൻ കാത്തു സൂക്ഷിക്കണം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി നമ്മൾ ദൃഢീകരിച്ചെടുക്കണം. യേശു ക്രിസ്തുവിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ആവർത്തിച്ച് പറയണം. ഞാൻ എൻ്റെ ഹൃദയത്തോട് നോക്കി, ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാനൊരു കണ്ണാടി എടുത്ത് പിടിച്ച് ആ മുഖം ഞാൻ എന്നോട് കണ്ടിട്ട് ഞാൻ എന്നോട് തന്നെ പറയണം, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഞാൻ മരിച്ചാലും കൊല്ലപ്പെട്ടാലും ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവനും ജീവിതവും ശരീരവും കൊടുക്കാൻ, തീരെഴുതി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന അത്ര ആത്മധൈര്യത്തിലേക്ക് നമ്മൾ രൂപാന്തരം പ്രാപിച്ചില്ലെങ്കിൽ നാം ചിതറും, നാം തകരും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാഷ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ, ഐക്യത്തിൻ്റെ ഭാഷ, അത് നമ്മൾ ഗ്രഹിക്കുവാൻ വചനം എടുത്തു വെച്ച് വായിച്ചുകൊണ്ട് നാം എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയിലേക്ക് ഒന്നിപ്പിക്കട്ടെ. സഭയുടെ ഐക്യത്തിലേക്ക്, സഭയുടെ വിശുദ്ധിയിലേക്ക്, സഭയുടെ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക്, സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ഭാഷയിലേക്ക് നമുക്കെല്ലാം ഒരുമിക്കാം. കുടുംബ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, കുടുംബ പ്രാർത്ഥനയുടെ അവസ്ഥയിലേക്ക് നമുക്ക് രൂപാന്തരം പ്രാപിക്കാം. നമുക്ക് സഭയെ സ്നേഹിക്കാം. സഭ ജനങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ ബാധ്യസ്ഥമാണ്. കാരണം ജനങ്ങളില്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സഭയും ജനങ്ങളും തമ്മിലും സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക്, ഐക്യത്തിൻ്റെ ഭാഷയിലേക്ക് കടന്നു വരാൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ നിയമങ്ങളെ കൊടുക്കാം. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.